വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന കേസിൽ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തൻ. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് ബ്രിജ്ഭൂഷണെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കിയത്. ഖിലാഫ് അഹമ്മദാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. ഖിലാഫ്, രാജ്യവ്യാപകമായിട്ടും രാജ്യത്തിന് പുറത്തും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമായിരുന്നു അത്. വിനേഷ് ഫോഗട്ട് അടക്കമുള്ള ആളുകളുടെ കണ്ണീരോടെയുള്ള സമരം നമ്മുടെ എല്ലാം ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. പക്ഷേ ഇപ്പോൾ ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തനാണ് എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? എന്താണ് കോടതി കണ്ടത്? സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് ആകെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സമരമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കേസിലാണ്, വനിതാ താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത എന്ന കേസിലാണ് ഇപ്പോൾ മുൻ ഗുസ്തി ഫെഡറേഷൻ മേധാവിയുമായിട്ടുള്ള ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഡൽഹി റോസ് അവന്യൂ കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. അതിൽ തെളിവുകളുടെ അഭാവത്തിലാണ് ഇപ്പോൾ ഈ ഒരു ബ്രിജ്ഭൂഷണെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. 2023 ഈ ഒരു കേസിനാസ്പദമായ സംഭവം. 5 ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നായിരുന്നു ആരോപണം. ഇതേ തുടർന്ന് സുപ്രീം കോടതി വരെ ഗുസ്തി താരങ്ങൾ, വനിതാ താരങ്ങൾ എത്തിക്കൊണ്ട് അവിടെ നിന്നാണ് പിന്നീട് ഈ കേസ് എടുക്കാനടക്കം ഇവർ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി അടക്കം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നീട് ബ്രിജ്ഭൂഷണെതിരെ കേസ് എടുത്തത്. പിന്നീട് തുടർ നടപടികളായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നു. 2023 പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒളിമ്പിക് മെഡൽ ജേതാക്കൾ അടക്കം ഈ ഒരു പാർലമെന്റ് മന്ദിരത്തിന് അടുത്ത് വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കാഴ്ചവെച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇവരുടെ നേടിയിരുന്ന മെഡൽ അടക്കം ഗംഗാനദിയിലടക്കം ഒഴുക്കിക്കളയുന്ന പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ഇതിൽ വിനീഷ് ഫോഗട്ട് അടക്കം തുറന്നു പറഞ്ഞുകൊണ്ട് താനടക്കമുള്ള വനിതാ താരങ്ങളാണ് ഇതിൽ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന്, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങൾ നേരിട്ടത് എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് വന്നിരുന്നു. ഒപ്പം തന്നെ വിനീഷ് ഇതിൽ കുറ്റവിമുക്തനാക്കിയ മറ്റൊരു ആൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റൊരു പ്രതിയായിട്ടുള്ള വിഷ്ണു തോമറിനെയും കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട്. സനീഷ്. ശരി, നന്ദി ഖിലാഫ. വിവരങ്ങൾക്ക് എന്തായാലും ബ്രിജ്ഭൂഷൺ കുറ്റവിമുക്തനാണ് എന്ന് വിചാരണ കോടതി വിധിച്ചുവെങ്കിലും നിശ്ചയമായിട്ടും അത് സംബന്ധിച്ച ചർച്ചകളും വിമർശനങ്ങളും തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.